വെൽക്കം ബാക്ക് ടു ലേണിനു. സോ നമ്മുടെ എഞ്ചിനീയറിംഗിന്റെയും ബി ഫാമിന്റെയും ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. സോ ആ ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ കുറെ പേര് ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, അവര് ആ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല, അപ്പൊ ഇനി കിട്ടാൻ സാധ്യതയില്ലേ, ഇനി അപ്പൊ നമുക്ക് അഡ്മിഷൻ കിട്ടാതെയോ, അപ്പൊ അങ്ങനെ ഒരു ആശങ്കയോട് കൂടിയുള്ള കുറെ മെസ്സേജുകൾ ഞാൻ കണ്ടു. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു കോളേജിലും ഒരു ആ കോഴ്സ് കിട്ടും എന്നുള്ളത് എൻഷുർ ചെയ്യുന്നില്ല. ഇത് ആ പേര് പോലെ തന്നെ ജസ്റ്റ് അതൊരു ട്രയൽ മാത്രമാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒരു ട്രെൻഡ് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇന്ന് 5-ാം തീയതി വൈകിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോ ഇന്നലെ ഓപ്ഷൻസ് കൊടുത്തവരെ ബേസ് ചെയ്ത് 4-ാം തീയതി 9 മണി വരെ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷവും ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും, അപ്പൊ അത് ഇതിൽ പ്രോസസ് ആയിട്ടുണ്ടാവില്ല. ഇന്നും ഓപ്ഷൻസ് കൊടുക്കുന്നവരുണ്ടാവാം, ചേഞ്ച് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല അവിടെ തന്നെ കിട്ടും എന്നുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയതിന് ശേഷം നമുക്കിനി ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടുകയാണ്. 5-ാം തീയതി ഇന്നും കൂടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അനലൈസ് ചെയ്യുന്നത് പോലെ, അതായത് ഏത് സ്ട്രീമാണ് കൂടുതലും, അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണ് കുട്ടികൾ കൂടുതലും ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് കോളേജ് ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഈ ട്രയൽ അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിവേ നമുക്ക് എന്തായാലും ആ ലിസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് അതിന്റെ ഒരു അനാലിസിസ് ഒന്ന് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതേപോലെ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ലിസ്റ്റ് കാണുന്നത് എന്നുള്ളത്. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് ജസ്റ്റ് കാണിക്കുന്നത്. ഇവിടെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ട്രയൽ അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ്, ട്രയൽ അലോട്ട്മെന്റ് ബി ഫാം, അപ്പൊ എഞ്ചിനീയറിംഗിന്റെ സെപ്പറേറ്റ് ആയിട്ടും ബി ഫാമിന്റെ സെപ്പറേറ്റും ആയിട്ടുമാണ് ലിസ്റ്റ് വരുന്നത്. സോ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ കാണാം, അതേപോലെ തന്നെ നമ്മുടെ റാങ്ക് കാണാം, ഏത് കോളേജാണ്, ഏത് കോഴ്സാണ്, അതേപോലെ അലോട്ടഡ് കാറ്റഗറി, സ്റ്റേറ്റ് മെറിറ്റിലാണോ അതോ നമുക്ക് ഏതെങ്കിലും കാറ്റഗറി ലിസ്റ്റിലാണോ, അങ്ങനെയാണോ ഈ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതിൽ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്രാവശ്യം ഏത് കോഴ്സ് ആണ് കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളതെന്ന് കൂടെ മനസ്സിലാക്കാം. അതേപോലെ ഏത് കോളേജാണ്, അതായത് ഇപ്പൊ ആദ്യത്തെ റാങ്കിൽ, അതായത് ആദ്യത്തെ ഒരു 100 റാങ്കിൽ വന്നിട്ടുള്ള കുട്ടികളിൽ തന്നെ അവര് ഫസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ CET തന്നെയാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം തന്നെയാണ്. അതിൽ നോക്കൂ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കുട്ടികൾ പ്രിഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനും ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം CSE ആയിരുന്നു ഏറ്റവും അധികം കുട്ടികൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അതേ ഒരു ലെവലിലേക്ക് തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കുട്ടികൾ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആദ്യത്തെ റാങ്കുകാരൊക്കെ തന്നെ CET, ഈ പറഞ്ഞ പോലെ തന്നെ CS-ഉം EC ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. CET കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അവിടെയും എഗെയിൻ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ റാങ്കുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ CET, അവിടെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ EC തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഒരു ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേര് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ CET കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. അതായത് ഒരു 500-നോട് അടുത്ത് റാങ്ക് വരുന്ന രീതിയിൽ അവിടെ എഗെയിൻ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റും എല്ലാം വരുന്നുണ്ട് കേട്ടോ, അതും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ആദ്യത്തെ റാങ്കുകാര് അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഇത്രയും നമ്മൾ നോക്കിയതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.
അതിന്റെ ഇടയിൽ നമുക്ക് യെസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അപ്പൊ ഈ CET-യുടെയും അതേപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇടയിൽ പിന്നെ വന്നിട്ടുള്ള ഒന്നാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. 547 റാങ്ക് വന്നിട്ടുള്ള ഒരു സ്റ്റുഡന്റ്. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രീമിയം കോളേജസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെയും എഗെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് മാറി മാറി തന്നെയാണ് ഈ ആദ്യത്തെ റാങ്കുകളിലൊക്കെ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു 4-5 കോളേജുകളാണ് മെയിൻ ആയിട്ട്, അതായത് CET, അതേപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂര്, ദെൻ നമ്മൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇവിടെയൊക്കെ തന്നെയാണ് ആദ്യത്തെ റാങ്കുകളിൽ നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതും നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേ കുറച്ച് പേര് ഇലക്ട്രിക്കൽ കൊടുത്തിട്ടുണ്ട്. എനിവേ EC അതേപോലെ തന്നെ CS ഒക്കെ എന്തായാലും ടോപ്പ് റാങ്ക് ഉള്ളവർ മാത്രം നോക്കിയാൽ മതി. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് TKM വരുന്നുണ്ട്, അതേപോലെ തന്നെ NSS കോളേജ് വരുന്നുണ്ട്. പിന്നെ ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഗവൺമെന്റ് കോളേജുകളായിരിക്കും ഇനി നമ്മൾ കാണുന്നത്. ഗവൺമെന്റ് കോളേജുകളിലായിരിക്കും ഇനി ഈ പറഞ്ഞ പോലെ. ഇനി അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു EC ട്രിപ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികള് ഈ പറഞ്ഞ പോലെ തന്നെ സിവില്, ഇലക്ട്രിക്കല്, അങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി അതിലേക്കൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു 1000-നുള്ള റാങ്ക് ആണ് കേട്ടോ. നമ്മളിപ്പോ ഈ കാണുന്നൊക്കെ ഒരു 1000-നുള്ളില് റാങ്ക് വരുന്നവരുടെ കേസാണ്. അതെന്തായാലും എല്ലാം ഗവൺമെന്റ് കോളേജസ് തന്നെയായിരിക്കും. അല്ലാതെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമാണ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് കോളേജസും അതേപോലെ തന്നെ എയ്ഡഡ് കോളേജസും ആണ് ഈ ഒരു ഫസ്റ്റത്തെ ഒരു 1000 റാങ്കിനുള്ളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനി ഒരു ഇലക്ട്രിക്കലും അതേപോലെ തന്നെ മെക്കാനിക്കലും ഒക്കെ കാണുന്നുണ്ട്. ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒക്കെ. അപ്പൊ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് വെച്ചിട്ട് ഒരു ഏകദേശം നമുക്ക് ഓക്കെ ഈ കോളേജിൽ അപ്പൊ ഏകദേശം ഒരു 1000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കണോ, അതോ നമ്മൾ കൊടുത്ത ഓപ്ഷൻസിനെ തന്നെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണോ? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേപോലെ 1-2 പേര് ഡൗട്ട് പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മുടെ റാങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല, അതേസമയം ആ റാങ്കിനേക്കാളും താഴെയുള്ള റാങ്കിൽ ആ പേര് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ അതിൽ ഉൾപ്പെടില്ല, അങ്ങനെ ഒരു കേസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഒരു ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നത് ഒരു 50,000 വരെ നമ്മൾ ഈ ഒരു ഇങ്ങോട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആയിരിക്കും ഈ ഒരു അവസാനത്തെ ഒരു റാങ്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും. കാരണം ആദ്യത്തെ റാങ്കുകളൊക്കെ ഈ ഗവൺമെന്റ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അവസാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 50,000 എബവ് പോലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാരണം പലപ്പോഴും കുട്ടികൾ ചോദിക്കുമായിരുന്നു, അതൊരു 40,000 50,000 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ എന്നുള്ളതൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 52,494 വരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 50,000 ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ കിട്ടും. ഈവൻ നമുക്ക് അതില് പിന്നെ ഒരുപാട് ഇപ്പൊ ലാസ്റ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസിനെ നമുക്കറിയാം ഇപ്രാവശ്യം അതിൽ തന്നെ കുറെ സ്പെഷ്യലൈസേഷൻ ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള കുറെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതിലെങ്കിലും ഒക്കെ നമുക്ക് എന്തായാലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലാസ്റ്റ് റാങ്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു അഡ്മിഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിനി ഏതെങ്കിലും ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ല നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ നമ്മൾ ഇന്ന് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിന് പരിഗണിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതിൽ പിന്നെ നമുക്കുള്ള ഹയർ ഓപ്ഷൻസ് മാത്രം നമുക്ക് ഒരു പക്ഷേ റീഅറേഞ്ച് ചെയ്യാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി ഓപ്ഷൻസ് കൊടുക്കും. പിന്നെ ചിലർ ഈ പറഞ്ഞ പോലെ എനിക്ക് 1-2 കോളേജ് മാത്രം അല്ലെങ്കിൽ 1-2 ഓപ്ഷൻസ് കൊടുത്തവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റിസ്ക് എടുക്കരുത്. കാരണം ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല ഈ വർഷം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മാത്രം വിചാരിച്ചിരിക്കരുത്. നമ്മൾ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക. കാരണം പിന്നീട് നമുക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ഓപ്ഷൻ
കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക. പക്ഷെ ശ്രദ്ധിക്കുക, നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യാം. ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് നമ്മളൊരു സെപ്പറേറ്റ് സെഷനായിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.